താൻ ആരാണെന്നും തന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതി എന്താണെന്നും വ്യക്തതയുണ്ടായിരുന്ന സ്നാപകൻ ക്രിസ്തുവിന്റെ വളർച്ചയിലും ഉയർച്ചയിലും സന്തോഷിക്കുന്നു. മാത്രമല്ല, അവന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ സ്വയം ചെറുതാകുകയും ചെയ്യുന്നു. ദനഹാകാലത്തിലെ 6-ാം ഞായറാഴ്ചയായിരുന്നു വചനവിചിന്തനത്തിനായി സഭാമാതാവ് നൽകുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മിലെ സന്തോഷം പൂർണ്ണമാകാൻ, സംതൃപ്തിയോടെ ജീവിതം നയിക്കാൻ നാം തിരിച്ചറിയാൻ സത്യത്തെ വെളിവാക്കുകയാണ് ഇന്നത്തെ സുവിശേഷം. താൻ ആരാണെന്നും തന്റെ ദൗത്യം എന്താണെന്നും വ്യക്തമായ ധാരണയുണ്ടായിരുന്ന സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യരിൽ ചിലർ തന്നെ വിട്ട് ക്രിസ്തുവിന്റെ പിന്നാലെ പോയപ്പോഴും തന്നിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ക്രിസ്തു മറ്റൊരിടത്ത് സ്നാനം നൽകിയപ്പോൾ അനേകർ അവന്റെ പക്കൽ സ്നാനം സ്വീകരിക്കാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോഴും സ്നാപകൻ അർത്ഥശങ്കയില്ലാതെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ്. വീണ്ടും 29-ാം വചനത്തിൽ സ്നാപകൻ പറയുന്നു, എന്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, താൻ ആരാണെന്നും തന്റെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് വ്യക്തതയുമുള്ളവർക്കാണ് സന്തോഷത്തിന്റെ പൂർണ്ണതയും ജീവിത സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയുക. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രധാനമായ ധർമ്മം ഓരോ കുഞ്ഞിലും നിശ്ചിതമായിരിക്കുന്ന തനതായ സിദ്ധികളെയും ദൈവിക നിയോഗത്തെയും തിരിച്ചറിയുവാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതിരുകവിഞ്ഞ മത്സരബുദ്ധിയും താരതമ്യപ്പെടുത്തലിനെയും വാഴ്ത്തുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലും ഒരിക്കലും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുവാൻ സാധിക്കുന്നുമില്ല. മാത്രമല്ല, ഇതിൽ നിന്നും രൂപം കൊള്ളുന്ന അസൂയ പലപ്പോഴും വെറുപ്പിലും വിദ്വേഷത്തിലും പരസ്പരം ഇല്ലായ്മ ചെയ്യുന്നതിൽ പോലും കലാശിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, താൻ സ്നാനം നൽകിയ ക്രിസ്തുവിന്റെ പിന്നാലെ അവനെ ശ്രവിക്കാനും അവനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനും അനേകർ കൂടിയപ്പോഴും സ്നാപകൻ പറഞ്ഞ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. താൻ ആരാണെന്നും തന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതി എന്താണെന്നും വ്യക്തതയുണ്ടായിരുന്ന സ്നാപകൻ ക്രിസ്തുവിന്റെ വളർച്ചയിലും ഉയർച്ചയിലും സന്തോഷിക്കുന്നു. മാത്രമല്ല, അവന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ സ്വയം ചെറുതാകുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഒരു കരോൾ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോയി. അതിമനോഹരമായ സ്വരമാധുരിയോടെ ക്രിസ്മസ് ഗാനങ്ങൾ ഒരു കൊച്ചു പെൺകുട്ടി ആലപിക്കുന്ന വേളയിൽ ആ വേദിയിലെ മുൻനിരയിൽ ഉണ്ടായിരുന്ന പ്രശസ്തരായ ഗായകർ അവളുടെ ഗാനത്തിൽ ലയിച്ച് അവളെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി. താൻ ആരാണെന്നും തന്നെക്കുറിച്ചുള്ള ദൈവനിയോഗം എന്തെന്നും തിരിച്ചറിയുന്നവർക്ക് അവരുടെ നന്മയിലും ഉയർച്ചയിലും സ്വയം മറന്ന് സന്തോഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, ശാശ്വതമായ നമ്മുടെ ഐഡന്റിറ്റി ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ളതാണ്. അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല, മാറ്റപ്പെടുന്നില്ല. അതുപോലെ ദൈവം നമ്മിൽ ഓരോരുത്തരിലും തനതായ സിദ്ധികളും കഴിവുകളെയും നൽകിയിട്ടുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് വളർത്തി ക്രിസ്തുവിന്റെ പരിമളമാവുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക നിയോഗം. അങ്ങനെയെങ്കിൽ സ്നാപകനെ പോലെ സന്തോഷത്തിന്റെ പൂർണ്ണത നമുക്കും അനുഭവിക്കാൻ സാധിക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.